ചിൻഡോയ്ക്ക് ഒരു കപ്പിന് സീക്രട്ട് ഏജന്റ് ഒരു പോസ്റ്റ് കാണാതെ നിങ്ങൾക്ക് ഉറക്കം വരുന്നില്ല എന്ന് അറിഞ്ഞത് കൊണ്ട് അയ്യോ നമുക്ക് അങ്ങനെ സാധനം വരുള്ളൂ. ഒരാൾ കപ്പടിക്കുമ്പോൾ നമ്മൾ എക്സൈറ്റഡ് ആവുമല്ലോ. അപ്പൊ മേ ബി അർജുനാണ് കിട്ടിയിരുന്നെങ്കിൽ ഞാൻ എക്സൈറ്റഡ് ആവും, ഞാൻ കുറച്ചുകൂടി ഓപ്പൺ ആവും. ജിൻഡോയ്ക്ക് കിട്ടിയതിന് ഒരു എക്സൈറ്റ്മെന്റ് ഇല്ല, ബിക്കോസ് ഞാൻ അത്ര എക്സൈറ്റഡ് അല്ല, അതുകൊണ്ട് ഞാൻ ഇട്ടില്ല. അതിപ്പോ 10 കമന്റ് ബോക്സിൽ വന്നിട്ട് സൈബർ ബുള്ളിങ് എന്ന് പറഞ്ഞിട്ട് സൈബർ ഇരക്കൽ നടത്തിയിട്ടൊന്നും ഒരു കാര്യമില്ല. അങ്ങനെ ആയിരുന്നിട്ട് ഒന്നും നടക്കാൻ പോണില്ല. ഇയാൾക്ക് ഇത് എന്താണ് പറ്റിയെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. ചുമ്മാ ഓരോ വീഡിയോ ഇട്ടിട്ട് അതിനൊരു തമ്മനയിലൊക്കെ വെച്ചിട്ട് എന്താണിത്. ഇതിപ്പോൾ പുള്ളി പറയുന്നതെന്ന് പറഞ്ഞാൽ സൈബർ ഇരക്കൽ എന്നാണ് പുള്ളി പറയുന്നത്. ആൾക്കാരൊക്കെ ഇങ്ങനെ ഇരന്നുകൊണ്ടിരിക്കുകയാണ്. എന്തെങ്കിലും ഒരു കമൻറ്റ് ഇടൂ, എന്താണ് കമൻറ്റ് പറയാത്തത്, സീക്രട്ട് ഏജൻറ്റ് അസൂയാണോ ദേഷ്യമാണോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആൾക്കാർ ചോദിക്കുന്നുണ്ടെന്നാണ് പുള്ളി പറയുന്നത്. പുള്ളി പിന്നെ സാധാരണ പുള്ളിയുടെ വീഡിയോസിലൊക്കെ പറയാറുണ്ട്. കുറേ ആൾക്കാർ എനിക്ക് മെസ്സേജ് അയച്ചു, കുറേ ആൾക്കാർ അതൊരു കള്ളമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് കുറേ ആൾക്കാർ പറയാറുണ്ട് അങ്ങനെ. കുറേ യൂട്യൂബേഴ്സ് അങ്ങനെ പറയാറുണ്ട്. കുറേ ആൾക്കാർ എനിക്ക് ഇൻസ്റ്റയിലും ഇവിടെ മെസ്സേജ് അയച്ചു അതായതാന്നൊക്കെ പറഞ്ഞ് അതൊരു ബ്ലഫാണ്. പക്ഷേ ഇത് കുറച്ച് കടന്നുപോയി. എന്തെങ്കിലും ഒന്ന് പറയുക അല്ലെങ്കിൽ ഒന്നും പറയാണ്ടിരിക്കുക, പറയേണ്ടതൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറയാണ്ടൊന്നും ഇരുന്നിട്ടില്ല. ആരെങ്കിലും എന്തെങ്കിലും ചോദിക്കുമ്പോൾ ഇല്ല എനിക്കൊരു ഒപ്പീനിയനും ഇല്ല എന്നൊന്നും പറഞ്ഞിട്ടില്ല. അർജുൻ ജയിച്ചിരുന്നെങ്കിൽ നല്ലതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കൂടെ വെച്ചിട്ടാണ് ആൾക്കാർ ഈ അർജുൻ എന്താ കാണിച്ചത്, ഇയാൾക്ക് ഇത്രയും നാൾ അകത്ത് നിന്നിട്ട് പുറത്ത് നിന്നിട്ട് അകത്ത് പോയിട്ടും അകത്ത് നിന്നിട്ട് പുറത്ത് വന്നിട്ടും പിന്നെ അകത്ത് പോയിട്ടും ഇയാൾക്ക് ഇതൊന്നും മനസ്സിലായില്ലേ എന്ന് പറഞ്ഞാണ്. ഇയാളോട് ഇഷ്ടമുള്ളതുകൊണ്ടാണ് ആൾക്കാർ അതൊക്കെ ചോദിക്കുന്നത്. ഈ ട്രോളുന്നത് അതുകൊണ്ടാണ്. ട്രോളുന്നത് മെയിനായിട്ട് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇയാളുടെ അടുത്തും നമ്മൾ ഇങ്ങനെ പ്രതീക്ഷിച്ചില്ലല്ലോ എന്ന് ഉള്ളതുകൊണ്ടാണ് ആൾക്കാർ അങ്ങനെ ട്രോളുന്നത്. പിന്നെ ഇതിനകത്ത് വേറെ ഒരു പ്രശ്നമുണ്ട്. പുള്ളി പറയുന്നതിലും കാര്യമുണ്ട്. പുള്ളി എന്താ പറയുന്നതെന്ന് വെച്ചാൽ അത് എൻ്റെ ഒരു അഭിപ്രായമല്ലേ, എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായമല്ലേ, അതെനിക്ക് എന്ത് വേണമെങ്കിൽ പറയാമല്ലോ, അതാണ് പുള്ളി പറയുന്നത്. അതിനകത്ത് ഇപ്പോൾ നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഇങ്ങനെ ഡിപ്ലോമാറ്റിക് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഈ പറയുന്ന ആൾക്കാരൊക്കെ വെറുതെ അത് ഇങ്ങനെ തള്ളിക്കളയുക എന്നുള്ളതേ ഉള്ളൂ അതിനകത്ത് ചെയ്യാൻ പറ്റുന്ന കാര്യം. എന്നിട്ട് അതിനകത്ത് വന്നതെന്ന് വെച്ചാൽ ആൾക്കാർക്ക് ഇയാളെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അതാണ് പറ്റിയത്. ആൾക്കാർ ഇയാളുടെ കയ്യിൽ നിന്ന് കുറേ കാര്യങ്ങൾ പ്രതീക്ഷിച്ചു. ഈ പ്രതീക്ഷ എന്ന് പറയുന്ന ഒരു സംഭവമാണല്ലോ ജീവിതത്തിൽ പ്രശ്നങ്ങൾക്ക് കാരണം. അപ്പോൾ പ്രതീക്ഷിച്ചിട്ട് ഇയാളകത്ത് പോയിട്ട് ഒന്നും ചെയ്തില്ല, ഇയാൾ നമ്മൾ പ്രതീക്ഷിച്ച പോലെ ഒന്നും ചെയ്തില്ലല്ലോ എന്നുള്ളതാണ് ഇവിടെ പ്രശ്നം. അത് ഫുള്ളായിട്ട് പുള്ളിയെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. ഇയാളുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ആൾക്കാരുടെ മനസ്സിൽ സീക്രട്ട് ഏജൻറ്റ് സായികൃഷ്ണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സംഭവമാക്കി ഇങ്ങനെ പൊക്കി വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ബിഗ് ബോസിനകത്ത് പോയ ഇയാൾ എന്നിട്ട് ഇയാൾ പോകുന്ന നേരത്ത് കുറേ മലമറിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുമാണ് പോയത്. അപ്പം അവിടം വരെ പുള്ളി ആ വീഡിയോസിൻ്റെ ഹൗക്കിലും ആൾക്കാർ എങ്ങനെ എന്നെ മനസ്സിലാക്കുന്നു എന്നുള്ളതൊക്കെ മനസ്സിലാക്കിയിട്ടാണ് പുള്ളി പ്രവർത്തിച്ചത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അത് കഴിഞ്ഞിട്ട് പുള്ളിയുടെ റിയാക്ഷൻസും കാര്യങ്ങളൊക്കെ കണ്ടപ്പോഴാണ് ആൾക്കാർ ഈ ദേഷ്യം വരുന്നത്, ഈ ട്രോളുന്നത്, മറ്റേ കമൻറ്റൊക്കെ ഇടുന്നത്. കമൻ്റ് ഇടുന്നത് ഇപ്പോൾ ചുമ്മാതെ നിൽക്കുന്ന ഒരാളിനെ വന്നിട്ട് കമൻ്റ് ഇടില്ലല്ലോ. അത് ചില ആൾക്കാരേ ഉള്ളൂ അങ്ങനെ വന്ന് കമൻ്റ് ഇടുന്നത്. എന്ത് നല്ല കാര്യം ചെയ്താലും വന്നിട്ട് കമൻ്റ് ഇടും, എന്ത് തെമ്മാടിത്തരം കാണിച്ചാലും വന്നിട്ട് കമൻ്റ് ഇടും. അത് 1-2 ആൾക്കാർ, ഒരു 10 എണ്ണം കാണും. ഇത് പുള്ളിയുടെ ഓരോ വീഡിയോയുടെ അടിയിലും കണ്ടു കഴിഞ്ഞാൽ ഞാൻ പേഴ്സണലി ഭയങ്കരമായിട്ട് ഞെട്ടി. ഇതെന്തോടെ ഇത് 10-800 കമൻറ്റ് വന്നു കഴിഞ്ഞാൽ അതിൽ 600 കമൻറ്റ് അല്ലെങ്കിൽ 700 കമൻറ്റ് പുള്ളിക്കെതിരാ. എടാ കണ്ണാപ്പി ഇതേ നിന്നെ കാണുമ്പോൾ ചിരി വരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള കമൻറ്റാണ്. അപ്പോൾ ഇത് ഞാൻ നേരത്തെ എൻ്റെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ആരും അത് കണ്ടു കാണത്തില്ല. ഞാൻ എന്തായാലും പിന്നെയും പറയാം. എന്താണെന്ന് വെച്ചാൽ ഇതുപോലത്തെ ആൾക്കാരൊന്നും ബിഗ് ബോസ് പോലത്തെ പരിപാടിയിൽ പോകാൻ പാടില്ല. പിന്നെ ഈ സ്റ്റാൻഡ് മാറ്റിയിട്ടുള്ള ഈ കളിയുണ്ടല്ലോ, അത് ചെയ്യാൻ പാടില്ല. ഞാൻ അകത്ത് പോകുന്നത് സായികൃഷ്ണയായിട്ടാണ്, ഇനി സായികൃഷ്ണ മാത്രമേ ഉള്ളൂ, ഇനി സീക്രട്ട് ഏജൻ്റ് ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി എന്നിട്ട് വെളിയിൽ വന്നിട്ട് പുള്ളി ഒരു വീഡിയോ ചെയ്യുമ്പോൾ അതിനെ ആൾക്കാർ ഇട്ട് കളിയാക്കുന്നതും അതൊക്കെയാണ് ഇപ്പോൾ കാണുന്നത്. ആൾക്കാർക്കൊക്കെ വളരെ ഇഷ്ടമായിരുന്നു. പുള്ളി അങ്ങനെ കുറ്റം പറയാൻ പറ്റില്ലല്ലോ. പുള്ളിയുടെ നേരത്തെ വീഡിയോസൊക്കെ കണ്ടു കഴിഞ്ഞാൽ നല്ല രസമുള്ള വീഡിയോസും നല്ല സംസാരവും ആ സംസാര ശൈലിയും ഇതൊക്കെ കാണുമ്പോൾ അത് വളരെയധികം ഇഷ്ടമായിരുന്നു ആൾക്കാർക്ക്. അപ്പോൾ ആൾക്കാർ ഇയാൾ ബിഗ് ബോസിൽ പോകുന്നു എന്ന് പറയും. അതിപ്പോൾ പുള്ളിയുടെ ഫ്രണ്ടുകൾ അതായത് യൂട്യൂബേഴ്സ് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഷസാമായാലും മറ്റേ കൈസൊക്കെ അവരുടെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് ഇയാൾ എന്തോ ഈ കാണിച്ചതെന്നും പറഞ്ഞുകൊണ്ട്. അപ്പോൾ പുള്ളിക്ക് എന്താ പറ്റിയെന്നുള്ളത് നമുക്കറിയില്ല. ഈ സിബിന് എന്തോ ഗുളിക കൊടുത്തെന്ന് പറഞ്ഞ പോലെ ഇയാൾക്കും വല്ലതും ഗുളിക കൊടുത്തോ, മറ്റേ കഞ്ഞിനകത്ത് മിക്സ് ചെയ്ത് കൊടുത്തോ, അതോ കോഫീനകത്ത് മിക്സ് ചെയ്ത് കൊടുത്തോ, ഇതൊന്നും നമുക്കറിയില്ല. ഞാൻ ജസ്റ്റ് തമാശ പറയുന്നതാണ്. അത് പോട്ടെ. എന്ത് വേണേലും പുള്ളിക്ക് എന്തോ ഒരു മാറ്റം സംഭവിച്ചിട്ടുണ്ട്. ആ മാറ്റം അംഗീകരിക്കാൻ ആൾക്കാർക്ക് പ്രേക്ഷകർക്ക് പറ്റുന്നില്ല. അതാണ് എനിക്ക് പുള്ളിയുടെ പ്രവൃത്തിയും ഈ മറ്റേ ട്രോളും ഈ പുള്ളി ദേഷ്യപ്പെടുന്നതും ഇതൊക്കെ പുള്ളിക്ക് അത് അംഗീകരിക്കാൻ പറ്റുന്നില്ല. പുള്ളിക്ക് എന്തോ ഈ ആൾക്കാർ ഇങ്ങനെ റിയാക്ട് ചെയ്യുന്നത് എന്നും പറഞ്ഞുകൊണ്ടാണ് പുള്ളി റിയാക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഭയങ്കര മറ്റേ ആക്ഷൻ ആൻഡ് റിയാക്ഷൻ ആൻഡ് റിയാക്ടിങ് ആൻഡ് ആക്ടിങ് എന്ന് പറഞ്ഞ പോലെ ഇതിങ്ങനെ മാറി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിൽ ആരെങ്കിലും ഒരാൾ നിർത്തുന്നവരെ ഇതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും. അതാണ് എനിക്ക് തോന്നുന്നത്.